ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാടത്തെ വിശേഷങ്ങളാണ് കേട്ടോ. 2 ദിവസമായി നമ്മുടെ വീട്ടിൽ ഞാറ് പറിക്കലും നടിയിലും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് സഹായത്തിന് ആൾക്കാരുണ്ട്. എന്നാലും അച്ഛനും അമ്മയൊക്കെ രാവിലെ ഇറങ്ങിയതാണ് പാടത്തേക്ക്. അച്ഛനവിടെ വരമ്പ് പൊതിയുന്നുണ്ട്, ട്രാക്ടർ അതാ കൂട്ടിക്കൊണ്ടിരിക്കണു. അപ്പോൾ അതുവരെ ഇല്ലാത്ത കുറ്റികളൊക്കെ എങ്ങനെയാണ് ആ നേരത്തെ അവിടെ എത്തണമെന്ന് അറിയില്ല. ട്രാക്ടറിൻ്റെ പിന്നാലെ കുറ്റികളും വെച്ചടിക്കുന്നുണ്ട്, തിന്നാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട്. കുറേ ഞണ്ടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും ഞണ്ടിനെ അങ്ങനെ കാണാറില്ല, പക്ഷേ ഈ സമയത്ത് ഉണ്ടാവും. പിന്നെ അമ്മ അവിടെ ഞാറ് പറിച്ചത് നടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ, കൊട്ടയിലാക്കിയിട്ട്. ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റാത്ത വെയിൽ. നടുപ്പാടം കൂടി ആവുമ്പോൾ ഒരു മരത്തിൻ്റെ തണൽ പോലും ഇല്ല. അപ്പോൾ അച്ഛനും അമ്മയും ആ വെയിലത്ത് ഇങ്ങനെ പണിയെടുക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമം. ഇനി വെയിലത്തേക്ക് ഇറങ്ങണ്ട അല്ലെങ്കിൽ പണിക്ക് പോകണ്ട എന്ന് പറയാൻ സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം. ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് അമ്മ അവിടെ ഞാറൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുക, ഈ എന്തിനാ കുട്ടിയെ വെയിൽ കൊള്ളണ, ഒരു കുടയും കൂടി എടുക്കാണ്ടേ പോകുന്നത് എന്ന്. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് വിഷമം അധികമായി. കാരണം അവർ ദിവസം മുഴുവൻ നിന്നിട്ട് ആ വെയിൽ കൊള്ളണു. ഞാൻ കുറച്ച് നേരം വെയിൽ കൊള്ളുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും അമ്മയും അങ്ങനെ വിചാരിക്കും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന്. അങ്ങനെ സ്നേഹവും കരുതലുമുള്ള അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം നമ്മൾ ഭൂമിയിലെ സ്വർഗത്തിലാണെന്ന്. ഇപ്പോൾ പാടത്ത് പണി മാത്രമല്ല, അതുപോലെ വെയിൽ കൊണ്ട് പണിയെടുക്കണ എല്ലാവരും, വാർപ്പ് പണി എടുക്കണവരും റോഡ് പണി എടുക്കണവരും ഒക്കെ കഷ്ടപ്പെടുന്ന ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ വെയിലത്ത് ചോര നീരാക്കി കഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയൊക്കെ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ ആ പാട്ടം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. എന്നാലും കൃത്യമായിട്ട് പാട്ടം കൊടുക്കലുണ്ട്. അപ്പോൾ ഞങ്ങൾ ചില സമയത്ത് അച്ഛനോട് ചോദിക്കാറുണ്ട്, ഇനി അടുത്ത കൊല്ലം ഇത് നടത്തണോ, കൃഷി വേണ്ട അച്ഛാന്ന് പറയുമ്പോഴും അച്ഛൻ പറയും, അങ്ങനെ ചിന്തിക്കരുത്, ജീവിതമാകുമ്പോൾ സങ്കടവും സന്തോഷവും ഉണ്ടാവില്ലേ, അതുപോലെയാണ് കൃഷിയിൽ നമുക്ക് ലാഭവും നഷ്ടമൊക്കെ കിട്ടും. അത് അങ്ങനെയാണ് അച്ഛൻ പറയുക. കാരണം അച്ഛന് കൃഷി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ദയവായി ഭക്ഷണം ആരും വേസ്റ്റാക്കി കളയാതിരിക്കുക. കാരണം നമുക്ക് അരി വാങ്ങി അത് ചോറാക്കുമ്പോൾ നമുക്കത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ അരിയായി കിട്ടുന്നവരേക്കും ഒരുപാട് പേരുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണമൊക്കെ വെറുതെ വാങ്ങി അത് വേസ്റ്റാക്കി കളയുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി എത്ര ഉണ്ട് ഞാറ് നടാൻ? ഇവിടെ നാട്ടൊക്കെ നടാനാണേ, ഒരു കണ്ടേ നടിയിൽ കഴിഞ്ഞുള്ളൂ, ദൂരെ ഞാറ് പതിയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ലൈനിൽ 3 കണ്ടം, പിന്നെ ചുവട്ടിൽ 2 കണ്ടം, അതിൻ്റെ അപ്പുറത്തെ റോഡ് സൈഡിൽ ഒരു കണ്ടം, പിന്നെ അപ്പുറത്തേക്കുള്ള ഞാറ് പറിച്ചിട്ടില്ല. വെള്ളം ഉണ്ട് അല്ലേ? വെള്ളം ഇപ്പോൾ പാകാ, മഴ ഇല്ലാത്തതുകൊണ്ട്. മഴ ഉണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഭയങ്കര വെള്ളത്തിലുള്ള സ്ഥലമാണ്. പൊതുവെ ആള് കുറവാണ് നമ്മുടെ നാട്ടിൽ. ആരും ഇപ്പോൾ പുതിയതായിട്ട് ആരും കൃഷിപ്പണിക്ക് ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ പഴയ ആൾക്കാരുണ്ട് കുറച്ച്, അതുവരേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഏതാ പൊന്മണിയാ? പൊന്മണി മൂപ്പുള്ള ഇതന്നല്ലേ നമ്മളല്ലേ എല്ലാ കൊല്ലം പൊന്മണി പൊന്മണി തന്നെ നടാം. കൊല്ലം പൊന്മണി തന്നെ നടാം. നേരെ ഉണ്ടായി കിട്ടിയതായിരുന്നു അല്ലേ? കേടൊന്നുമില്ല. പ്രാവശ്യം മഴ ഇനിയിപ്പോൾ വരും, മഴ ഉണ്ടാവും. മഴ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒടുവിലേക്ക് വെള്ളം കിട്ടുന്നില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ. മഴ ഉണ്ടാവും, മഴ ഏറിയാലും ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാറുന്നില്ല. എങ്ങനെ ഇവിടേക്ക് വേഗം വെള്ളം വരുന്ന സ്ഥലമല്ലേ? വെള്ളം അതാണ്ട് മീത ഭാഗത്ത് ഇപ്പം കാണുന്ന മാതിരിയല്ല, ഭയങ്കര വെള്ളക്കുത്തുള്ള സ്ഥലം. പിന്നെ വെള്ളം തരാവില്ല. അപ്പോൾ ഈ വലിപ്പിലിപ്പോൾ ഇതൊക്കെ നട്ട് കയറി. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു എന്താണ് നട്ടത മഴ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അതൊക്കെ ഇപ്പം ഇതിൻ്റെ നന്നായിരുന്നു. മഴ നടുവും ചെയ്ത് വെള്ളം മൂടും ചെയ്താൽ പിന്നെ ഒരു പാകമല്ലേ, അപ്പള്ളൊക്കെ നശിച്ചു. ഭയങ്കര വെയിലല്ലേ? ഈ വെയിലൊക്കെ കൊള്ളേനേ അധ്വാനത്തിനൊക്കെ. അധ്വാനം നമുക്കൊരു എല്ലാത്തിനും നേരെ നെല്ലുണ്ടായി കിട്ടിയായിരുന്നു. കയ്യിൽ നിന്ന് കിട്ടുന്നപ്പോ ചേന കണ്ടില്ലേ, ചേനക്ക് വില കമ്മിയായില്ലേ? വില ഉണ്ടാവും. നല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി നേർ പകുതിയായി. അപ്പോൾ നമുക്ക് നഷ്ടം. ഇനിയിപ്പോൾ അതവിടെ ചേന പറിക്കാൻ നിർത്തിയെടുക്കാം. ഇവിടെ ഈ സൈഡ് അവിടുത്തെ മാത്രം കൂട്ടാൻ വേണ്ടി കുറച്ച് നല്ല കുറഞ്ഞൂല്ലേ ചേനക്ക്? കുറവാണ്.
കഴിഞ്ഞ കൊല്ലത്തെ നേർപ്പകുതിയുള്ളൂ, അതന്നെ ചിലവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുറത്തുനിന്നൊക്കെ വരിക തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും വളരെ പ്രശ്നമാണ്. നമ്മളെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇത് ചെയ്യാ, അതെല്ലാം ഇപ്പൊ ഉണ്ടായി. കണ്ടോ. പിന്നെ മോളത്തെ എത്രണ്ട്? അതിന്റെ മുകളില് 4 ഉണ്ട്. 4 ഇത് കഴിഞ്ഞാലും നമുക്ക് ഉണ്ടായിരുന്നത് തന്നെയല്ലേ? അതൊക്കെ കഴിഞ്ഞു. ഉച്ചക്ക് പണി മാറ്റിയില്ലേ? വീട്ടിൽ പോവല്ലേ? ഞാൻ അങ്ങനെ പൊട്ടച്ചിറക്കി പോട്ടെ എന്നാ. ഇനി വീട്ടിൽ പോവല്ലേ? അതില് ഇത് വഴി പോയി അവർക്ക് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവരോട് അങ്ങനെയൊന്നും അല്ല പെരുമാറുന്നത്. പഠിക്കൂട്ട് നമ്മളോ പ്രത്യേകിച്ച് പണിക്കാരെന്നുള്ള നിലയ്ക്ക് അവരെ ഒരാളെയും ഞാൻ കാണാറില്ല, എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ അതിനനുസരിച്ച് അവര് നമ്മളോട് പെരുമാറാറ്. അടിപൊളിയൊക്കെ റോഡ് പണി ഞാൻ കണ്ടിട്ടില്ലേ, ഞാൻ കഴിഞ്ഞാലും വന്നല്ലേ ഇങ്ങട്. അടിപൊളിയൊക്കെ അല്ലേ? വീതി കുറച്ച് കൂട്ടി. മറ്റൊരു വണ്ടി വന്ന വേറെ വണ്ടിക്ക് ഇവിടെ സൗകര്യം ഇല്ലേ, ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഏതുവരെ? തിരിവ് വരെ? അതുവരെയൊക്കെ ഉണ്ട്. പിന്നെ മീര അവിടെയും കുറെ കോൺക്രീറ്റ് ചെയ്തു. അവിടെ ആ മീരക്ക് കയറ്റത്തില്ലേ, അതിനൊക്കെ ശരിയാക്കി. കൃഷ്ണമ്പടി ഇങ്ങോട്ട് കയറ്റോ അതുവരെയൊക്കെ ക്ലിയർ ആക്കി. അപ്പൊ ഈ കണ്ടത്തിൽ നമ്മൾ പ്രാവശ്യം ഒന്നും ചെയ്യണില്ലേ? ഇതിൽ ഞാറ് നിൽക്കുന്നത് ഇത് നടാനുള്ളതാണ്. ഇത് നടാനാ? അവിടെ നടാനുള്ളതാണ് അല്ലേ? അപ്പം നമ്മുടെ വീടിൻ്റെ കുറച്ച് വിട്ടിട്ടാണ് ഈ ഭാഗം. ഇത് കൃഷ്ണപ്പടി ഭാഗമാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ കണ്ടില്ലേ അന്ന് വീഡിയോയിൽ ഇട്ടില്ലേ, അതൊക്കെ വീടിൻ്റെ അടുത്തുള്ള കണ്ടങ്ങളാണ്. ഇത് കുറച്ച് നടന്ന് പോരാണ്ട്. ഞാൻ ബസ്സിന് പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കണില്ല. ഞാൻ കൊണ്ടേക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഡ്രസ്സൊക്കെ അതാ മാറിയിട്ട് നിൽക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ പാടത്തെ വിശേഷങ്ങൾ. കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി.